ഈ ഫിഗറിന്റെ വോളിയമാണ് നമുക്ക് കാണാനുള്ളത്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ട് വോളിയം കാണാൻ പറയുമ്പം നമ്മൾ ഇതിനെ പല സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ വോളിയം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ പറയുന്നത് നോക്കിയേ, ഇവിടെ നമുക്ക് പല മെഷർമെൻറ്റുകളും തന്നിട്ടുണ്ട്. ഈ ഒരു ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെയുള്ള ബാക്കി ഈ ഒരു ലെങ്ത് എത്ര ഉണ്ടാവും? ബാക്കി 4 സെൻറ്റിമീറ്റർ, സെൻറ്റിമീറ്ററിലാണെങ്കിൽ സെൻറ്റിമീറ്റർ ഉണ്ടാവും. ഈ ഒരു സെക്ഷൻ 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനി നമുക്ക് ഈ ഒരു സെക്ഷൻ്റെ ടോട്ടൽ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എല്ലാ മെഷർമെൻറ്റുകളും നമ്മുടെ കയ്യിലുണ്ട്. 8 ഉണ്ട്, ലെങ്ത് ഉണ്ട്, വിഡ്ത്ത് 4 ഉണ്ട്, ഹൈറ്റ് 2 ഉണ്ട്. സോ അതിൻ്റെ വോളിയം നമുക്ക് കിട്ടും. ഇനി നമ്മൾ അടുത്ത സെക്ഷൻ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്, ബ്ലൂ ലൈൻ വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കിട്ടുന്ന ഈ ഒരു ക്യൂബ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, കാരണം ഇതിൻ്റെ എല്ലാ സൈഡും 4 ആണ്. അപ്പോൾ 4 ഇൻറ്റു ക്യൂബ് അല്ല, ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്. 4 ഇൻറ്റു 2 വരുന്നുണ്ട്. ഓക്കെ, സോ അതിൻ്റെ വോളിയം നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ലാസ്റ്റ് സെക്ഷൻ്റെ സെയിം ആസ് ഫസ്റ്റ് ആണ്. അപ്പം ഇവിടെ 8 ഉണ്ട്, ഇതിൻ്റെ ഹൈറ്റ് 2 വരുന്നുണ്ട്, ദെൻ ഇത് 4 ആണ് വരിക. ഓക്കെ, സോ ആൻസർ എത്ര വരും? 8 ഇൻറ്റു 4 ഇൻറ്റു 2 ആണ് വരിക. സോ ഇതിൻ്റെയും 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 വോളിയം നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി നമുക്കുള്ളത് ഈ ലോങ് സെക്ഷനാണ്. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള ഈ ഒരു ഏരിയ, ഈ ഒരു പീസിൻ്റെ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അതിൻ്റെ ലെങ്ത് 20 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു വിഡ്ത്ത് 4 സെൻറ്റിമീറ്റർ ആണെന്നും അറിയാം. ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 2 ആണെന്ന് നമുക്കറിയാം. അപ്പം എങ്ങനെ കണ്ടുപിടിക്കാം? 20 ഇൻറ്റു 4 ഇൻറ്റു 2. അപ്പം നമുക്ക് ഇതിൻ്റെ വോളിയം കിട്ടും. അങ്ങനെ 4 സെക്ഷനായിട്ടാണ് ഈ ഒരു ഫിഗറിനെ ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഫസ്റ്റ് സെക്ഷൻ, ഇത് സെക്കൻഡ് വൺ, ഇത് തേർഡ് വൺ, ആൻഡ് ദിസ് ഈസ് ഫോർത്ത് വൺ. അപ്പം ഇതിൻ്റെ എല്ലാം വോളിയം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടോട്ടൽ ഫിഗറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെ ഏതൊരു ഫിഗർ തന്നാലും അതിനെ ഇങ്ങനെ പല സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, അതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ഓരോ സെക്ഷൻ്റെയും വോളിയം സെപ്പറേറ്റ് കണ്ട് ടോട്ടൽ ചെയ്താൽ മതി. ഓക്കെ.